So, welcome back to Disha Academy. Hope everyone is doing great. So, എക്സാമിനോട് അടുത്ത ദിവസങ്ങളാണ്. ഏറ്റവും സൂക്ഷ്മതയോടും സ്ട്രാറ്റജിക്കായും മുൻപോട്ട് പോകേണ്ട ദിവസങ്ങൾ. ഓരോ ദിവസവും അതിന്റെ പൂർണ്ണതയിൽ നിങ്ങൾക്ക് വിനിയോഗിക്കാനാകട്ടെ. കാലിടറാതെ ലക്ഷ്യസ്ഥാനത്തിലേക്ക് എത്തിച്ചേരട്ടെ എന്ന് ആദ്യമേ തന്നെ ആശംസിക്കുന്നു. ബാക്ക് ടു ദ പോയിന്റ്. ഓക്കെ, അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു സുവർണാവസരത്തെ കുറിച്ച് നിങ്ങളെ ഓർമ്മപ്പെടുത്താനും ആ അവസരം കൈപ്പിടിയിൽ ഒതുക്കാൻ ആഗ്രഹിക്കുന്നവരോട് ചില കാര്യങ്ങൾ പറയാനും അതുപോലെ തന്നെ അവർക്ക് ചില സമ്മാനങ്ങൾ നൽകാനൊക്കെ വേണ്ടിയിട്ടാണ്. യു കെൻ സീ ദ പിക്ചർ ഓഫ് എ ഗിഫ്റ്റ് ഓൺ ദ സ്ക്രീൻ അല്ലെ, ആൻഡ് ഇറ്റ് സേസ് സംതിങ് ബിഗ് ഈസ് കമ്മിങ്. അപ്പൊ അതെന്താണെന്ന് വളരെ വിശദമായി നമുക്ക് പരിശോധിക്കാം. സോ ആദ്യമായി ഈ കോമ്പറ്റേറ്റീവ് എക്സാം ഫീൽഡിലേക്ക് കടന്നു വരുന്ന ഏതൊരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചും അവന്റെ ഭയവും ഇൻഹിബിഷൻസും അത് കണക്കിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ളതായിരിക്കും. ഞാൻ കണക്കിൽ ഒരു ആവറേജ് ആണ്, അല്ലെങ്കിൽ ബിലോ ആവറേജ് ആണ്, എനിക്ക് എത്ര മാർക്കൊന്നും ഉണ്ടായിരുന്നില്ല, അപ്പൊ എന്നെ പോലുള്ള ഒരാൾക്ക് ഒരു ഗവൺമെന്റ് എക്സാം ഒക്കെ എഴുതി ക്ലിയർ ചെയ്യാൻ സാധിക്കുമോ എന്ന് പലരും വ്യക്തിപരമായി നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. കണക്കിലുള്ള എബിലിറ്റി അല്ലെ, കണക്കിലുള്ള സാമർഥ്യമാണ് മത്സര പരീക്ഷകളിലെ യോഗ്യത എന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ മൈ ഡിയർ വൺസ്, ഞാൻ പറയുന്നു കണക്കില്ലാതെയും ഒരു ഗവൺമെന്റ് കോമ്പറ്റേറ്റീവ് എക്സാം എഴുതി ഒരു സർക്കാർ ഉദ്യോഗസ്ഥനോ സർക്കാർ ഉദ്യോഗസ്ഥയോ ആയി മാറാൻ നിങ്ങൾക്ക് സാധിക്കും. ഞാൻ സംസാരിക്കുന്നത് മറ്റൊന്നിനെ കുറിച്ചല്ല. നമ്മളൊക്കെ സ്വപ്നം കാണുന്ന തരത്തിലുള്ള ജീവിതാന്തസ് നമുക്ക് തരാൻ കെൽപ്പുള്ള മാത്തമാറ്റിക്സിന് കേവലം നോമിനൽ റോള് മാത്രമുള്ള ഓഫീസ് ജോലികളും അതുപോലെ തന്നെ എന്താണ് പറയുക യൂണിഫോം പോസ്റ്റുകളൊക്കെ ഭാഗമായിട്ടുള്ള SSCയുടെ എൻട്രി ലെവൽ എക്സാം SSC MTS ഹവിൽദാർ എക്സാമിനെ കുറിച്ചാണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു ഇതൊരു എൻട്രി ലെവൽ എക്സാം ആണ്. അപ്പം എന്താണ് SSC MTS പരീക്ഷയെ മറ്റുള്ള SSC പരീക്ഷകളിൽ നിന്ന് വ്യത്യാസമുള്ളതാക്കി മാറ്റുന്നത്? എന്തൊക്കെ അഡ്വാൻറ്റേജസ് ആണ് ഇതിനുള്ളത്? ഒരു നട്ട്ഷെല്ലിൽ വളരെ ബ്രീഫായിട്ട് നമുക്ക് ഈ ഒരു എക്സാമിന്റെ പോസിറ്റീവ് ആയിട്ടുള്ള വശങ്ങളെ കുറിച്ച് സംസാരിക്കാം. സോ ആദ്യമേ പറയട്ടെ, ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള സ്ട്രക്ചർ ആണ് SSC MTSന്റെ. ഒരുപക്ഷെ SSC നടത്തുന്ന പരീക്ഷകളിൽ ഏറ്റവും ഈസിയസ്റ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ SSC MTS എന്ന് തന്നെ പറയേണ്ടി വരും. നമുക്ക് അതിന്റെ പ്രത്യേകതകളിലേക്ക് നോക്കാം. നോ ഇന്റർവ്യൂ, നോ സ്കിൽ ടെസ്റ്റ്. അപ്പം ഇന്റർവ്യൂ, സ്കിൽ ടെസ്റ്റ് പോലുള്ള ഭാരിച്ച കടമ്പകൾ ഒന്നും തന്നെ ഇല്ല. നിങ്ങളുടെ സെലക്ഷൻ എന്ന് പറയുന്നത് പ്യോർലി എക്സാം ബേസ്ഡ് ആയിട്ടായിരിക്കും. അപ്പം ആ എക്സാം എഴുതാനുള്ള നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് കേവലം 10ാം ക്ലാസ് മാത്രമാണ്. നിങ്ങളൊരു അംഗീകൃത ബോർഡിൽ നിന്ന് 10ാം ക്ലാസ് പാസ്സായവരാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷ എഴുതാൻ സാധിക്കും. ഇനി എക്സാമിനെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയട്ടെ, ഒറ്റ എക്സാം മാത്രമേ ഉള്ളൂ. നമ്മൾ CGL CHSL ഒക്കെ പറയുന്നത് പോലെ ഘട്ടം ഘട്ടമായിട്ടുള്ള എക്സാമിനേഷൻ പ്രോസസ്സേ അല്ല. ദർ ഇസ് ഓൺലി വൺ എക്സാം. ആ എക്സാം ഇഫ് യു ക്വാളിഫൈ ദാറ്റ് എക്സാം, മാസങ്ങളുടെ ഗ്യാപ്പിനുള്ളിൽ തന്നെ യു വിൽ ഗെറ്റ് പ്ലേസ്ഡ്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഈ വർഷമാണ് പരീക്ഷ എഴുതി വിജയിച്ചെന്നിരിക്കട്ടെ, അടുത്ത വർഷം തന്നെ ഒരു കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥനായി നിങ്ങൾക്ക് മാറാൻ സാധിക്കും. അങ്ങനെ നിങ്ങൾക്ക് ലഭിക്കുന്ന ജോലിയുടെ ഭാഗമായി ഒരു കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥൻ എന്തെല്ലാം ആനുകൂല്യങ്ങൾ കിട്ടുമോ, അതിപ്പം ആരോഗ്യപരമായിക്കോട്ടെ സാമ്പത്തികപരമായിക്കോട്ടെ എല്ലാ ആനുകൂല്യങ്ങളും ബെനിഫിറ്റ്സും നിങ്ങൾക്ക് ലഭിക്കും. അതിപ്പം HRA ആയാലും DA ആയാലും TA ആയാലും പെൻഷൻ ആയാലും എല്ലാ ബെനിഫിറ്റ്സും ഈ ഒരു ജോലിയിൽ ഇൻക്ലൂഡഡ് ആണെന്ന് മനസ്സിലാക്കുക. ഇന്ത്യയുടെ പല സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് ജോലി ചെയ്യാൻ സാധിക്കും. ഓൾ ഇന്ത്യ പോസ്റ്റിംഗ് ആണ്. ഒരു അല്പം മാർക്ക് കൂടുതൽ വാങ്ങുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ തന്നെ കേരളത്തിൽ തന്നെ ഒരു കേന്ദ്ര സർക്കാർ ജോലി ചെയ്ത് നിങ്ങൾക്ക് ജീവിക്കാനാകുമെന്ന് മനസ്സിലാക്കുക. ഈ എക്സാം പാറ്റേണിനെ കുറിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ സിലബസിനെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും സിമ്പിൾ ആണ്. പാറ്റേണിനെ കുറിച്ച് നമുക്ക് വീഡിയോയുടെ അവസാനം വളരെ വിശദമായിട്ട് സംസാരിക്കാം. സിലബസിനെ കുറിച്ച് പറയുമ്പോൾ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കവർ ചെയ്യാൻ പറ്റിയ ഒരു സിലബസ് ആണ് SSC MTSന്റേത്. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മളൊക്കെ ഭയപ്പെടുന്ന ഒരു വിഷയമാണ് കണക്ക്. കണക്കിന്റെ കാര്യം പറയുകയാണെങ്കിൽ അവിടെ അഡ്വാൻസ് ടോപ്പിക്സ് ഒന്നുമില്ല. പൂർണ്ണമായും അരിത്മെറ്റിക് വിഷയങ്ങളാണ്. സിമ്പിൾ ലോജിക് ഉപയോഗിച്ചും ബേസിക് കാൽക്കുലേഷൻസ് ഉപയോഗിച്ചും നമുക്ക് ടാക്കിൾ ചെയ്യാൻ പറ്റുന്ന പെർസെന്റേജ്, റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ, ആവറേജ്, ഇതൊക്കെയാണ് ഈ കണക്കിന്റെ സിലബസിന്റെ ഭാഗമായി വരുന്നത്. നമ്മൾ ഈ CGL CHSL എക്സാമുകളിലൊക്കെ ഈ കണക്കിനെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എന്നൊക്കെ വിളിക്കുമെങ്കിലും ഇവിടെ അതിന്റെ പേരെന്താണ്? എലമെന്ററി മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ ബേസിക് ന്യൂമറിക്കൽ എബിലിറ്റി എന്നൊക്കെയാണ്. കാരണം എന്തുകൊണ്ടാണ്? സിലബസിന് അത്ര കാഠിന്യമില്ല. അതുപോലെ തന്നെയാണ് റീസണിങ്ങിന്റെ സിലബസും. അപ്പം ബിഗിനേഴ്സിനെ സംബന്ധിച്ച് ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ള എക്സാം ആണ്. നിങ്ങൾക്ക് കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ ഈ ഒരു സിലബസ് തീർക്കാൻ സാധിക്കും. ഇവിടെ കീ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് GKയും ഇംഗ്ലീഷുമാണ്. നിങ്ങൾക്ക് പൊതുവിജ്ഞാനം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ ഭേദപ്പെട്ട അറിവുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ ഏറ്റവും ഭംഗിയായി നിങ്ങൾക്ക് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിക്കും. എനിക്കറിയാം ധാരാളം പേര് ഈ ഒരു എക്സാമിന് വേണ്ടി ആത്മാർത്ഥമായി പ്രിപ്പയർ ചെയ്യുന്നവരുണ്ട് അല്ലെ. എന്നിരുന്നാലും എല്ലാവരെയും സംബന്ധിച്ച് ഇപ്പോൾ ഒരു കോഴ്സ് എടുത്ത് പഠിക്കാനുള്ള സാഹചര്യം ഒന്നും ഉണ്ടായിരിക്കില്ല. അങ്ങനെയുള്ളവര് നിരാശപ്പെടേണ്ട.
അങ്ങനെയുള്ളവർക്ക് വേണ്ടി ദിശ അക്കാഡമി ഒരു അവസരം തരികയാണ്. ഇന്നു മുതൽ അങ്ങോട്ടേക്ക് ദിശ അക്കാഡമിയുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിൽ ഫാസ്റ്റ് ട്രാക്ക് സീരീസ് എന്ന പേരിൽ സൗജന്യമായി പൂർണ്ണമായും ഫ്രീ ആയി MTSുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ്സസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പം ഈ ഒരു ക്ലാസ് കാണാനും കേൾക്കാനും നിങ്ങൾ മറ്റൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളൊരു പുതിയ ആളാണെങ്കിൽ, ആദ്യമായിട്ടാണ് ചാനലിലേക്ക് വരുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ പുതിയ വീഡിയോസ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ബെൽ ഐക്കൺ ഒന്ന് എനേബിളും കൂടി ചെയ്തു വെക്കുക. അപ്പം ഓരോ വീഡിയോസ് വരുന്നോറും നിങ്ങൾക്ക് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കും. യെസ്, അപ്പം ആ ഒരു ഫാസ്റ്റ് ട്രാക്ക് സീരീസിനെ കുറിച്ച്, സൗജന്യ ക്ലാസ്സിനെ കുറിച്ച് ഒന്ന് രണ്ട് വാക്ക് പറയട്ടെ. ദിശ അക്കാഡമിയുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലായിരിക്കും ഈ ക്ലാസ്സസ് ഉണ്ടാവുക. ഡെയിലി എക്സ്പേർട്ട് ഫാക്കൽറ്റി മെമ്പേഴ്സ് നയിക്കുന്ന 3 ക്ലാസ്സസ് വീതം എല്ലാ ആഴ്ചയും നിങ്ങൾക്ക് ലഭിക്കും. അതൊരു പക്ഷേ ലൈവ് ആകാം, റെക്കോർഡഡ് ആകാം. ഭൂരിഭാഗം ക്ലാസ്സസും റെക്കോർഡഡ് തന്നെയാണ്. നമ്മൾ വൈകുന്നേരം ഒരു 7 മണി 8 മണി സമയത്താണ് സാധാരണ വീഡിയോസ് അപ്ലോഡ് ചെയ്യുക. പ്രീമിയർ ചെയ്യുന്ന സമയത്തും ഇപ്പം ലൈവ് സെഷൻ ആണെങ്കിൽ ആ കറക്റ്റ് സമയത്തും അവിടെ ഉണ്ടായിരിക്കുക. പേനയും പേപ്പറും ഒക്കെ എടുത്ത് നിങ്ങൾക്ക് വേണ്ടപ്പെട്ട കാര്യങ്ങൾ ഒരു നോട്ട്ബുക്കിൽ കൃത്യമായിട്ട് എഴുതിയെടുക്കാനും കൂടി ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പം എഴുതിയെടുത്ത് ഏതെങ്കിലും ഒക്കെ ഭാഗത്ത് കുറച്ചും കൂടി ക്ലാരിറ്റി വേണമെങ്കിൽ, അല്ലെങ്കിൽ അടുത്തൊരു വീഡിയോ ഇന്ന ടോപ്പിക്കിനെ പറ്റി ആവണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ കമന്റ് ചെയ്യുക. നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് തീർച്ചയായിട്ടും നമ്മൾ ഉത്തരം തരുന്നതായിരിക്കും. അപ്പം ഹാപ്പി ആണെന്ന് വിചാരിക്കുകയാണ്. ഈ ഒരു വാർത്ത നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കുക. ഓക്കെ, പരമാവധി ഷെയർ ചെയ്യുക വീഡിയോ. അപ്പൊ നമുക്ക് എക്സാമിന്റെ ആ സ്ട്രക്ചറിനെ കുറിച്ച് പറഞ്ഞിട്ട് നമുക്കൊന്ന് അവസാനിപ്പിക്കാം. യെസ്, അപ്പം ആദ്യമായിട്ട് നിങ്ങൾ എക്സാമിനെ കുറിച്ച് കേൾക്കുകയാണെങ്കിൽ ഇതാണ് SSC MTS പരീക്ഷയുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു ഒറ്റ എക്സാം മാത്രമേ ഉള്ളൂ, പക്ഷെ ആ എക്സാമിന് 2 ഭാഗങ്ങളുണ്ട്. അങ്ങനെ കേൾക്കുമ്പോൾ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആകരുത്. ഒറ്റ ദിവസം നടക്കുന്ന, ഒറ്റ ദിവസം കൊണ്ട് തീരുന്ന എക്സാം ആണ്. പക്ഷെ അതിന് 2 മാൻഡേറ്ററി സെക്ഷൻസ് ഉണ്ടാവും. പാർട്ട് 1, പാർട്ട് B എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ 1.5 മണിക്കൂറാണ് ആ എക്സാമിന്റെ ദൈർഘ്യം വരുന്നത്. 90 ചോദ്യങ്ങൾ, 270 മാർക്ക്. നമുക്ക് ഓരോ സെക്ഷന്റെ പ്രത്യേകതകളും അതിൽ ഏതൊക്കെ വിഷയങ്ങളാണ് ഭാഗമായിട്ടുള്ളതെന്ന് പരിശോധിക്കാം. സെക്ഷൻ 1ലേക്ക് വരുമ്പോൾ അവിടെ മാത്സും റീസണിങ്ങും ഉണ്ട്. ഓരോ വിഭാഗത്തിൽ നിന്നും 20 ചോദ്യങ്ങൾ വീതം, അങ്ങനെ മൊത്തത്തിൽ 40 ചോദ്യങ്ങളാണ് നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടത്. ഓരോ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് 60 മാർക്കാണ്. 60 അങ്ങനെ 40 ചോദ്യങ്ങൾ, 120 മാർക്ക്. ഈ ഒരു സെക്ഷന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് മുകളിൽ നിങ്ങൾക്ക് വായിച്ചെടുക്കാൻ സാധിക്കും, നോൺ നെഗറ്റീവ് മാർക്കിംഗ്. നെഗറ്റീവ് മാർക്ക് ഇല്ല. നിങ്ങൾക്ക് 40ൽ 40 അറ്റൻഡ് ചെയ്യണോ, ചെയ്തോളൂ, കുഴപ്പമൊന്നുമില്ല. തെറ്റിയെന്ന് വിചാരിച്ച് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് നെഗറ്റീവായിട്ട് യാതൊരുവിധ മാർക്കും ഒലിച്ചു പോകില്ല. മറ്റൊരു പ്രത്യേകതയുണ്ട്, ഇത് ക്വാളിഫൈങ് നേച്ചർ മാത്രമാണ്. ഇതിനൊരു നിശ്ചിത മാർക്കുണ്ടെന്നേ, ആ മാർക്ക് നിങ്ങൾ നേടിയെടുത്താൽ മാത്രം മതി. എക്സാമിനർ ചെക്ക് ചെയ്യുന്ന എന്താണ്, നിങ്ങൾ ആ ഒരു നിശ്ചിത മാർക്ക് കടന്നിട്ടുണ്ടോ എന്ന് മാത്രമാണ് ചെക്ക് ചെയ്യുക. അല്ലാണ്ട് കൂടുതൽ മാർക്ക് വാങ്ങി എന്നതുകൊണ്ട് വലിയൊരു പ്രയോജനമില്ല എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ പൊതുവെ ഇവിടെ വരുന്നത് ഒരു 30% മാർക്കാണ്. അപ്പൊ 120ന് 30% എന്ന് പറഞ്ഞാൽ വളരെ തുച്ഛമായിട്ടുള്ള മാർക്കാണ്. നെഗറ്റീവ് മാർക്ക് ഇല്ലാതെ എല്ലാ ചോദ്യങ്ങളും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യുകയും ചെയ്യാം. അപ്പം അങ്ങനെ നോക്കുമ്പോൾ വളരെ ബേസിക് ആയിട്ടുള്ള അറിവുള്ള ഒരാൾക്ക് വരെ ഈ ഒരു സെക്ഷൻ 1 എന്ന കടമ്പ നിഷ്പ്രയാസം ചാടിക്കടക്കാൻ സാധിക്കും. ഇനി നമ്മുടെ മാർക്ക് ലിസ്റ്റ് തീരുമാനിക്കുന്ന, അല്ലെ റാങ്ക് ലിസ്റ്റ് തീരുമാനിക്കുന്നത്, നമ്മുടെ സെലക്ഷൻ നിർണ്ണയിക്കുന്നത് എന്താണ്, സെക്ഷൻ 2 ആണ്. സെക്ഷൻ 2ല് നമ്മുടെ ഈ ഒരു എക്സാമിന്റെ കീ ഫാക്ടേഴ്സ് ആയിട്ടുള്ള ജനറൽ നോളജ്, അതുപോലെ തന്നെ ഇംഗ്ലീഷ് ഭാഷാ വിഷയമുണ്ട്. ഓരോ വിഭാഗത്തിൽ നിന്നും 25 ചോദ്യങ്ങൾ വീതമാണ് ഇവിടെ വരുന്നത്. ഒരു 5 ചോദ്യങ്ങൾ എക്സ്ട്രാ ഉണ്ട് 2ാം ഭാഗത്തിലേക്ക് വരുമ്പം. അങ്ങനെ മൊത്തം 75 ചോദ്യങ്ങൾ, 150 മാർക്ക്. ഇതിൽ എത്ര മാർക്ക് വാങ്ങി എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടിരിക്കും നമ്മുടെ ഒരു സെലക്ഷൻ. പൊതുവെ ഒരു 130-നൊക്കെ മേലെ ഒരു റിട്ടേൺ എക്സാമിന് എന്താണ്, CBT എക്സാമിന് ഒരു 120-ന് മേലെ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്നുണ്ടെങ്കിൽ ഏറ്റവും മികച്ച ഒരു കാര്യം തന്നെയാണ്. ഇവിടെ നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. അതും കൂടി ഇല്ലെങ്കിൽ ഇതിനെ ഒരു എക്സാം എന്ന് വിളിക്കേണ്ട ആവശ്യമില്ലല്ലോ, അല്ലെ? ഭയങ്കര സിമ്പിൾ ആയി പോവില്ലേ? ഇവിടെ നെഗറ്റീവ് മാർക്ക് വരുന്നത് 1 മാർക്കാണ് കേട്ടോ. ഒരെണ്ണം തെറ്റിച്ചാൽ നിങ്ങളുടെ ഭാഗത്ത് എത്ര പോകും? 1 മാർക്ക് നിങ്ങൾ നെഗറ്റീവ് ആയിട്ട് കൊടുക്കേണ്ടി വരും. ഓരോ ശരി ഉത്തരത്തിനും 3 മാർക്ക് വീതമാണ് കേട്ടോ. 3 മാർക്ക് വീതമാണ്. അങ്ങനെയാണ് ഞാൻ പറഞ്ഞത്. എന്താണ്? യെസ്, ഓക്കെ. 50 3 മാർക്ക് വീതം 150-ലായിരിക്കും വരുന്നത് കേട്ടോ. 150 ആയിരിക്കും എന്ന് മനസ്സിലാക്കുക. ഓക്കെ, യെസ്. അപ്പം ഇതാണ് SSC MTS പരീക്ഷയുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പം ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമാണെന്ന് വിചാരിക്കുകയാണ്. പരമാവധി എല്ലാവരിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുക.
ഒരു ഹാപ്പി ന്യൂസ് ആണ്. ദിശ അക്കാഡമിയുടെ ഭാഗത്ത് നിന്ന് MTS വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരെ സംബന്ധിച്ച് ഒരു ഗിഫ്റ്റ് ആണ്. ഓക്കെ, അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ. ഹാപ്പി ലേണിംഗ്.